രണ്ട് ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ട് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടർ നമ്മൾ വല്ലാണ്ട് അങ്ങ് വിശ്വസിക്കുന്നതാണ് ചേച്ചി പറയുന്നത്. എൻ്റെ പൊന്ന് ചേച്ചി, കേരളത്തിലെ ജനങ്ങളെ 3-4 വർഷം കൊണ്ട് നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ ഒന്ന് ആലോചിച്ച് നോക്ക് ചേച്ചി. നിങ്ങൾ 8-9 മാസം ട്രീറ്റ്മെൻറ്റിന് പോയ ഒരു വ്യക്തി, എന്നിട്ടും ഇവിടെ വന്നിട്ട് ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. 8-9 മാസം ട്രീറ്റ്മെൻറ്റിന് പോയ ചേച്ചി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പാവപ്പെട്ടവരെ നിങ്ങൾ പറ്റിച്ചത്. നിങ്ങളുടെ ക്രീം മേടിച്ച് ഓരോരുത്തർ യൂസ് ചെയ്ത് അവർക്ക് റിസൾട്ടോ കാര്യങ്ങളോ ഒരു കോപ്പുമില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവരോടൊന്നും മാന്യമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളല്ല. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഒരാളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നും ഈ കേരളത്തിലില്ല. ഉള്ള കാര്യം പറയാമല്ലോ. നമ്മളായിട്ട് നമുക്കൊരു വിലയും കാര്യങ്ങളും ഉണ്ട്. പറയേണ്ട കാര്യങ്ങൾ എവിടെയും പറയണം. തുറന്നടിച്ച് കമൻറ്റ് ബോക്സിലാണെങ്കിലും പറയണം. അപ്പം ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനും ഓരോ അഭിപ്രായങ്ങൾ അവരുമൊക്കെ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ കാര്യമാണെങ്കിൽ പോലും. ഞങ്ങളത്ര ഉണ്ണാക്കാന്മാരൊന്നുമല്ല. നേരത്തെ ഒരു പെണ്ണിൻ്റെ ചാനൽ സ്ട്രൈക്കും അടിച്ച് ഇടുന്നവർക്കെല്ലാം സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കോൺട്രവേഴ്സിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവർ ഞങ്ങളെ ഇൻസ്റ്റയിൽ അങ്ങോട്ട് ഫോളോ ഒന്നും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെസ്സേജ് അയക്കാനൊന്നും പോയില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സംസാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 7-8-9 മാസം ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രൊഡക്റ്റും കാര്യങ്ങളായിട്ട് വരുമ്പോൾ അവർ സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ലേ, സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമല്ലേ. പിന്നെ അവർക്ക് MBBS എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛമാണ്. നിസ്സാരമായിട്ടാണ് പറയുന്നത്. 5-6-7 മാസം ഇതുപോലുള്ള എന്താ പറയണ്ട കോഴ്സുകളൊക്കെ ചെയ്തിട്ടുള്ള രീതിയിലാണ്. ഞാനൊന്ന് പറയട്ടെ ചേച്ചി, ഞാൻ ആരും ക്വാളിഫിക്കേഷൻ ഒന്നും പറഞ്ഞില്ല. ചേച്ചിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. എന്നിട്ട് എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി? ഓരോ ആഴ്ചയും വന്നിട്ട് ഓരോ പ്രൊഡക്റ്റ് പറയുന്നുണ്ട്, എന്നിട്ട് ലിങ്ക് ഷെയർ ചെയ്യുന്നുള്ള രീതിയിലാണ്. അതൊക്കെ ഞാനൊരു കാര്യം പറയും, ഇതുപോലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുക, ഡോക്ടറെ കാണുക, കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. വല്ല തുണിയോ കാര്യങ്ങളോ വല്ലതും ആണെങ്കിൽ ഒക്കെ ഈ ലിങ്കിൽ പോയി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ഉണ്ടാക്കുക, എന്താണെങ്കിൽ ചെയ്യും. അതൊരു പിന്നെ അന്തസ്സുണ്ടെന്നെങ്കിലും പറയാം. ഇത് ഒരു ഇതുമില്ല. ഇതെല്ലാം എന്താ പറയണ്ടേ, MBBSും അത് ഞാനിപ്പോഴും ആലോചിക്കുന്നത് ഈ പുച്ഛം പോലെ, വെറും പുച്ഛം പോലെ. ഇവർ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് 10 കൂട്ടാൻ കറിയും അതും ഇതുമൊക്കെ, എന്നിട്ട് ഈ പാത്രം എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അവർ തന്നെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കുന്ന പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ വീട്ടമ്മമാരുടെ പൾസ് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഉള്ള പരിപാടികളാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പാത്രം സ്വർണ്ണം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഭയങ്കര അഡിക്ഷനാണ്. ഉള്ളവരും പറയല്ലോ, അതൊക്കെ മുതലാക്കുന്ന ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് ഇവരെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചേച്ചി എന്ത് പഠിച്ചിട്ടാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ ആലോചിച്ച് നോക്കിയത്. ഓക്കെ, അപ്പം ഇവരുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിലൊക്കെ പൂര ആട്ടും തുപ്പും മാത്രമാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് നിങ്ങൾക്കുള്ള അവകാശമാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് തോന്നുന്നത് വെച്ചാൽ അതും കൂടെ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ഒന്ന് അടിക്കുക, ലൈക്ക് അടിക്കുക. എന്നിട്ട് പരമാവധി ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബും കൂടെ ചെയ്യാൻ. നമുക്ക് വീട്ടിലോട്ട് പോകാം. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെ കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം വിലക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ബില്ല് ഇത്രയും നാളായിട്ട് നീ ബില്ല് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ വിവരം എത്രമാത്രം ഉണ്ടെന്ന്. ഇത്രയും നാൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ആദ്യം മുതലുള്ള ബില്ല് ചോദിക്കുമ്പം ഒന്ന് ആലോചിക്കും. പിന്നെ അവർ മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കുകയൊക്കെ വേണ്ടത്. നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങളതൊന്നും ചെയ്യാതെ നിങ്ങളിങ്ങനെ സൂചിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ വ്യക്തി ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വെയിറ്റിംഗ് ആണ് മാഡം നിങ്ങളുടെ ആ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി. ഓക്കെ, ഇനി നേരത്തെ ഒരു പ്രൊഡക്റ്റ് ഇത് പുള്ളി പറയുന്നതിൻ്റെ പിന്നെ ആ ഡോക്ടർ സംസാരിക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കണ്ടിട്ട് കറക്റ്റായിട്ട് വിലയിരുത്തുക. ഞാനൊരു പറയട്ടെ, ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതുകൊണ്ട് ആ കല്യാണിയുടെ വീഡിയോ ആണ് മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ പോയ റൂട്ട് ശരിയല്ല എന്നുള്ള രീതിയിലാണ്. വെക്കാം. വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതും എന്റെ കയ്യിലിരിക്കുന്നതുമായ സൺസ്ക്രീൻ ആണ് ഇതെല്ലാം. ഇതിൽ ഡോക്ടറിന്റെ സൺസ്ക്രീൻ മിസ്സിംഗ് ആണ്, കാരണം അത് അമ്മ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കേൾക്കാനും കേൾക്കാതിരിക്കാനുമായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്റെ ഫേസിൽ ലിപ് ബാം അല്ലാതെ മറ്റു പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് തുടച്ചു കാണിക്കുന്നത്. ഇത് പോരാതെ എന്റെ ഫേസ് വെള്ളം ഒഴിച്ചുകൂടെ ഞാൻ തുടച്ചു കാണിക്കാം. അത്രയും ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഏത് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് പെയ്ഡായിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണ് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. മെൻഷൻ ചെയ്ത് പറഞ്ഞു പറഞ്ഞൊരു പന്ന പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും ഈ ഹിമാലയയുടെ സൺസ്ക്രീൻ ഒരു പന്ന പ്രോഡക്റ്റ് ആണ്? ഓക്കെ, പെയ്ഡ് പ്രൊമോഷൻ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. ഇവരുടെ കണ്ടന്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഇവരുടെ കണ്ടന്റ് ചെയ്തിട്ട് പോയപ്പോഴാണ് ജൂലൈ 5 ജൂലൈ 5 അങ്ങോട്ടാന്ന് തോന്നുന്നു എൻ്റെ പോലെ ഒരു സമരത്തിന് എൻ്റെ തലയ്ക്ക് അടി കിട്ടിയത്. ഇനി ഈ വട്ടം എന്താണോ ഇനി അവർക്ക് കണ്ടറിയാം. അപ്പം ആ ഡോക്ടറിൻ്റെ പേരാണ് ഡോക്ടർ ഫാത്തിമ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡോക്ടർ ഫാത്തിമയുടെ കാര്യത്തിലോട്ടൊക്കെ പോകാം. അതിന് മുമ്പ് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം. ചേച്ചിക്ക് പറയാനുള്ള വല്ലതും ഉണ്ടെങ്കിൽ പറ, ബാക്കിയും കൂടെ കേൾക്കട്ടെ.
ബിയോണ്ട് ദ സീൻ ഓഫ് അക്കോഴ്സ്. ഓക്കെ, ആ ഒരു ചാനലിനകത്താണ് ഈ പറയുന്ന എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഡീറ്റെയിൽ ഒക്കെ. എനിക്ക് I'm an MBBS doctor, Rajiv Gandhi University Health Science, Yanapoya Medical College graduate ചെയ്തു. MSc Dermatology National Health Service King's College നിന്ന് ലണ്ടനിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലായിരുന്നു. അവിടെ കോസ്മെറ്റിക് കെമിസ്ട്രി പഠിച്ചു. കാരണം ഇവിടെ നീക്കും കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന് പഠിപ്പിക്കുന്നത് 20 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോറിൻ ഡിഗ്രി എന്ന് പറഞ്ഞു. ഫോറിൻ ഡിഗ്രി കല്യാണ ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചേച്ചി കേൾക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇല്ല മത്തിക്കറിക്ക് അത് മുരിങ്ങയ്ക്ക ഇടുന്ന് ആ മുരിങ്ങയ്ക്കയുടെ തോല് കുറച്ചും കൂടെ കളഞ്ഞിട്ട് അതിനകത്ത് ഇത് മാത്രം എടുത്ത് സീഡും കാര്യങ്ങളൊക്കെ മാത്രം എടുത്ത് കുറച്ചും കൂടെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ ടീമിനോടൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം 5-6 മാസത്തെ കോഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഡോക്ടറായനെ, പ്ലംബറായനെ, പലതും ആയനെ. എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം വരുവാണ് കേട്ടോ. ഈ കല്യാണിയുടെ ഇപ്പോൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പം കോമഡി ആയിക്കൊണ്ടിരിക്കുക. ഈ കാര്യത്തിൽ ഇത്ര പ്രശ്നമാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ എന്തിനാണോ യുഎസിലോട്ട് യുകെയിലോട്ട് വന്ന് റോബോട്ടിക് സർജറി പഠിക്കാവോ? അതുപോലെ തന്നെ സംതവർമ്മ ഇവരെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വോയിസ് ഞാൻ വെച്ചുതരാം, ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം, അതും കൂടെ നിങ്ങളൊന്ന് കാണണം. എൻ്റെ പൊന്നോ, എന്തായാലും കുറേ കോമഡി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. കാരണം ഇവരൊക്കെ അത്ര ഹൈ ലെവലിൽ നിൽക്കുന്ന ടീംസുകളാണ്. അവരെയൊക്കെ വെറും പുച്ഛത്തോടെ കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റിന് നല്ല എമൗണ്ടും കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊളാബ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത്ര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഇവരെക്കാളും വലിയ വലിയ ഹൈ ലെവലിൽ നിൽക്കുന്ന മഞ്ജു വാര്യരാണെങ്കിലും ഓരോ നടിമാരും ഒക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷെ അവർ പ്രൊമോട്ട് ചെയ്യാനോ ഒരു കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയത്തൊന്നുമില്ല. അവർക്ക് അവരുടെ എന്താ പറയുക, ക്ലിനിക്ക് നേരെ പോ ആ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഇമ്മാതിരി തൊഴിഞ്ഞ വർത്തനം. എന്തായാലും നമുക്ക് ഈ സംയുക്ത വർമ്മ പറയുന്നതെന്ന് കേൾക്കാം. എനിക്ക് മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ വിലഞ്ഞിരിക്കണം എന്നതാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ യോഗ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ സർജിക്കലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇഷ്ടംപോലെ ആറ്റ് മാത്രം എടുത്ത് കളയണോ? എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ദേവനഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട് ഈ ഒരു ഫീൽഡിൽ, നിലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി. ഓണർ ആ കുട്ടി ശരിക്കും നിലു ചെറിയ കുട്ടിയാണ്. നിലുവിന്റെ അമ്മ നിമ്മിയാന്റി എന്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്നെ കല്യാണത്തിന് ഒരുക്കിയത് നിമ്മിയാന്റിയാണ്. അതിന്റെ ചെറിയമ്മ നിമ്മിയാന്റിയും വലിയ അടുപ്പായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ നിമ്മിയാന്റിയുടെ അടുത്ത് പോകും. അപ്പൊ നിമ്മിയാന്റിയുടെ മോളാണ് നിലുഫർ. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. നിലുഫറിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തോ സ്കിന്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോ ഈ കുട്ടി അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയുന്നത്. അപ്പുറത്ത് വേറെ ആരെങ്കിലും വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നത് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുക കുട്ടിയുടെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ? സാധാരണ ഓരോ വ്യക്തികൾ എങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കത് ചെയ്യാം, നമുക്കിത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് രണ്ടും കൂടെ ചെയ്യാം, മറ്റേ ചെയ്യാം. കാരണം എന്താണ്, സ്ഥാപനത്തിന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ ഇത്ര ജെനുവൻ ആയതുകൊണ്ടല്ലേ അവരങ്ങനെ സംസാരിക്കുകയോ ചെയ്തത്. അങ്ങനെ 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഓച്ചറയിൽ പോകുന്നുണ്ട്. ഓച്ചറയിൽ പോയപ്പോഴും അവിടെ ഒരു ഡോക്ടർ ഇത് തന്നെ പറഞ്ഞത്. സ്കിന്നിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. എൻ്റെ ഒരു കറുപ്പ് വീണിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മനസ്സിലായത് ഫാറ്റി ലിവർ, ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഫാറ്റി ലിവർ ഉണ്ട്, അത് മാറിക്കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ ശരിക്കും ഫാറ്റി ലിവർ എന്നൊക്കെ പറയുമ്പോൾ ഡാനി വെള്ളം അടിച്ചൊരു എല്ലാ ഫുഡ് കഴിച്ച് വന്നതാണ്. ഈ പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഇരുന്ന് വീഡിയോസ് ചെയ്യും. ഉറക്കമില്ലായ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പപ്സ് തീറ്റി, സ്നാക്സ് തിന്നുക. സ്നാക്സ് കൂടുതലും ഞാൻ അഡിക്റ്റ് ആവാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുത്തനുണ്ട് രാത്രി സ്നാക്സ് തിന്നുന്നത്, നമ്മുടെ അതുൽ വ്ളോഗ്സ് ഇല്ലേ, രാത്രിയൊക്കെ കപ്പലിൻ്റെയൊക്കെ തിന്നിട്ട് എന്നെ വിളിക്കും, ഡാനി വേണോട്ടാ. ഇത് കാണുമ്പോൾ എനിക്ക് കൊതി വരും. ഞാൻ പിന്നെ പിറ്റേ ദിവസം ഒരു ഡപ്പ നിറച്ച് സാധനം മേടിച്ച് വെക്കും. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കും, ഇതൊക്കെ ഇരുന്ന് തിന്നിട്ടിരുന്ന് വീഡിയോ ഒക്കെ ചെയ്യും. പപ്സൊക്കെ ഇരുന്ന് വെളുപ്പിനെ 4 മണിക്കൊക്കെ തിന്നും. എന്നിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക, ഇതൊക്കെയാണ്. എന്നിട്ട് 7 മണിക്ക് കിടന്നുറങ്ങുക. എങ്ങനെ ചെയ്ത് എനിക്ക് വന്നൊരു ഫാറ്റി ലിവറാണ്. അത് പിന്നെ ഡോക്ടർ പറഞ്ഞു. അപ്പം നെറ്റിക്ക് കറുപ്പും വന്നതിൻ്റെയൊക്കെ കാര്യം അതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോനെ ആദ്യം ഡയറ്റ് ചെയ്യുക, നല്ല ഇതാകുക, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട് ഈ ഓച്ചറ പോലുള്ള സ്ഥലങ്ങളൊക്കെ. ഓക്കെ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നൊന്നുമില്ല. ഇനി പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അവർക്ക് പൊരുത്തി പറഞ്ഞാലും അറിയാലോ, നാളെ ഒരു കാര്യം വരുമ്പോൾ നമ്മളെ താഴ്ത്തി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. ഓച്ചറയിലാണ് അത്യാവശ്യം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ ചേച്ചി പറയുന്നത് കേൾക്കാം. ഇത് കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചത് എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. അപ്പൊ അങ്ങനത്തെ എനിക്ക് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. വേണ്ടത് അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, നമുക്ക് ചേഞ്ചസ് വരുത്താൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ പ്രൊഫഷൻ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അവർ പറയാനുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും ആ വോയിസിലോട്ട് വരാം. 8 years ആയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടായിരുന്നു അല്ലേ? ക്ലിനിക്ക് ഒരു 8 years ആയിട്ട് 15 കൊല്ലമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്തിട്ട് പിന്നെ തന്നെ ഒരു കൺസേൺ ഉണ്ടായി.
ഒരു മിനിറ്റ് സൗണ്ട് ഒന്ന് കൂട്ടട്ടെ. കേരളം ഇപ്പോൾ കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ, ട്രിവാൻഡ്രമായിട്ട് നമുക്ക് ക്ലിനിക്കും ഈ പറഞ്ഞ ഇതിന് സംബന്ധമായിട്ടുള്ള കുറെ ബിസിനസ്സുകൾ നമുക്ക് 15 കൊല്ലമായിട്ട് കുറെ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസും ആക്ടേഴ്സും ഈ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരും യൂട്യൂബേഴ്സ് എല്ലാവരും വന്നിട്ട് സംഭവിച്ചത് ഈ കുട്ടി എന്റെ ക്ലൈന്റ് പേഴ്സണലി വേറെ ഒരു ഡോക്ടേഴ്സിനെ എന്റെ ക്ലൈന്റ് ആയിട്ട് ആളുടെ ഹസ്ബൻഡും കൂടെ വന്നത് വന്ന് 8 മാസം മുന്നേ ഒരിക്കലും ഒക്ടോബറാണ് കുട്ടി ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ സത്യം വിളിച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടായിട്ടല്ല ആ കുട്ടി 8 മാസം ഞാൻ നിങ്ങളോട് തുറക്കം തന്നെ പറഞ്ഞില്ല, 8 മാസമായി അവിടെ വന്നിട്ട്. ആ 8 മാസത്തിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക എത്ര പ്രൊഡക്റ്റ് എത്ര കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടെന്ന് അവർ അക്കൗണ്ടിൽ പോയി നോക്ക്. അവർക്കൊരു പ്രശ്നമായിട്ട് അവർ വന്നിട്ടും അവരവരുടെ എന്താ പറയണ്ടേ ലിങ്ക് വിൽപ്പന അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ട് വിശ്വസിക്കാൻ കുറേ ആൾക്കാർ. പിന്നെ എല്ലാവരും പറയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു പണിയില്ല, ചുമ്മാ ഇരുന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയും ഇവനൊക്കെ നാണോ മാനോ ഇല്ലെന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കമന്റ് ഇട്ട ഒരു വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ മോനെ നിന്റെ വീഡിയോസൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞാൽ ആ കമന്റ് ഇട്ട വ്യക്തി എന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് നാണമില്ലടാ ഇങ്ങനെ ഒരു നരി മേടിക്കാൻ വേണ്ടി മല്ലവൻ്റെയൊക്കെ വിറ്റ് ജീവിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ട സമയത്താണെങ്കിൽ എന്താ മോൻ്റെ വീഡിയോസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ മോൻ എങ്ങനെ ആ വീഡിയോ ഒക്കെ എടുക്കുന്നത്, എത്ര നേരം എടുക്കും? ഞാൻ പറഞ്ഞ ചേട്ടാ പണ്ടൊക്കെ കട്ട് ചെയ്ത് ഇരുന്ന് സംസാരിച്ച് വരുമ്പോൾ 2-3 മണിക്കൂറൊക്കെ എടുക്കും ഒരെണ്ണം തീർന്ന് വരുമ്പോൾ. ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചർ ഇരുന്നങ്ങ് പറയാം, അല്ലെ വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും, പഠിച്ചിട്ടിരുന്ന കാര്യങ്ങൾ പറയും, പിന്നെ അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിച്ച് അങ്ങനെ അങ്ങ് സംസാരിച്ചൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഓക്കെ, നമ്മളെന്തോ പറഞ്ഞ് അങ്ങോട്ടങ്ങ് പോവുകയൊക്കെ ചെയ്ത്. ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക എന്ന് പറയുന്നൊരു പരിപാടി. അപ്പോൾ ഇത്രയും നാളും ഇവർ കാണിച്ച ഓരോ വിവരക്കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവർക്കൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നു, അവരുടെ സ്കിന്നിൽ അത് ശരിക്കും അത് ബാധിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരിങ്ങനെ ചെയ്യുമ്പോൾ അവരവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ സമാധാനം പറയേണ്ടത് അവരൊറ്റ. ഇവർ ഇങ്ങനെയുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പറയാം, കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണെങ്കിൽ ആ ഒരു പരിപാടി ചെയ്യരുത്. ഇത് മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ എനിക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ സത്യം ഞാനിപ്പോൾ പറയും കൂടെ ചെയ്തു. മഞ്ജു വാര്യരോട് ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആർട്ടിസ്റ്റ് എല്ലാവരും നമുക്ക് പേയ്മെന്റ് ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതൊരു ടാപ്പ് ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്തോ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇപ്പോൾ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കാര്യമല്ല ഈ പറയുന്നത്. ഒരാൾക്ക് ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്തതിന്റെ അർത്ഥം മറ്റാൾക്കാർ വർക്ക് ചെയ്യാനില്ലല്ലോ. അതിന്റെ ഒരു ഐഡിയോളജി ഞാൻ ഒരിക്കലും എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നമുക്കങ്ങനെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാറില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ആളുകൾ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ വേറെ ഒരു ക്ലിനിക്കായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ലിസ്റ്റിൽ ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ഹാർഡ് കോപ്പി ഇങ്ങനെ തരാം. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ അവർ മൊത്തം ഫയൽ തരും. ഇല്ല, ഡിസ്ചാർജ് സമ്മറി അവർ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ അയാൾ ഗവൺമെന്റ് ഓഫീസർ ഹസ്ബൻഡ് പോലീസാണെന്നാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഒച്ചപ്പാട് പാടും ക്ലിനിക്കിലാക്കി വെച്ചാൽ എവിടുത്തെ പോലീസാന്ന് ചോദിച്ചു. പറഞ്ഞു വെഹിക്കൽ ഇൻസ്പെക്ടറാണ് ആദ്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ വെഹിക്കൽ ഇൻസ്പെക്ടർ, നിങ്ങൾ ഗവൺമെന്റ് ഓഫീഷ്യൽ അല്ലേ, കേസ് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കേസ് വെഹിക്കിൾ ഓഫീസറാ പുള്ളിക്കെന്താ ഇവിടെ കാര്യം? നാണോ മാനമില്ലാത്ത കുറെ എണ്ണമൊക്കെ വരും ഇങ്ങനെ പോലീഷാനും പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഇവരൊക്കെ നിലവാരം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പുറമേ ഉള്ളൂ ഈ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളു, മൊത്തം എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അയ്യേ, എനിക്ക് സന്ധി വന്നിട്ട് കുളിച്ച് നിങ്ങൾ ചാവും അങ്ങനെ കുറേ പറയും. നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഒരാൾ വന്നിട്ടൊരു യൂട്യൂബർ എന്ന് പറഞ്ഞു വന്നൊരാള് ഈ ഒച്ചപ്പാട് പാടുണ്ടാക്കുന്ന അസഭ്യമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലേ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സംഭവം നമുക്കത് മനസ്സിലായില്ല. പിന്നീടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകൾ കാരണം കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ മാസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ തൊട്ട് മെയ് വരെ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുന്നത് സാറ്റിസ്ഫൈഡ് നമുക്ക് അങ്ങനെ കാരണം കേരളത്തിൽ ഇത്രയും ക്ലിനിക്സ് ഉള്ളപ്പോൾ ഡോക്ടർമാർ ശരിക്കും പണിയെടുക്കുന്നില്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കൊച്ചിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ക്ലയൻസിനെയും വിളിച്ചു ചോദിക്കും. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്തിരിക്കുന്ന ക്ലയന്റിനെ കണ്ണൂരിരിക്കുന്ന ക്ലയന്റൊക്കെ ചോദിക്കും നിങ്ങൾ ഇന്നലെ ഈ കണ്ണൂർ ക്ലിനിക്കിൽ ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതിന്റെ ബുദ്ധിമുട്ടെന്ന് ഡോക്ടർ എല്ലാം പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ്സും ഡോക്യുമെന്റഡ് സിസ്റ്റംസ് നമുക്ക് ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. സാറ്റിസ്ഫൈഡ് മെയിൻ സംഭവിച്ചത് എന്താ വെച്ചാൽ വേറൊരു ക്ലിനിക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഓൺഗോയിങ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞു. അതിപ്പോൾ കൊടുക്കണമെന്നൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇറങ്ങി പോകുന്ന ഹോസ്പിറ്റൽ നമുക്ക് ഡിസ്ചാർജ് നമ്മൾ കൊടുക്കണേ അത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഓഡിറ്റോറിയത്തിൽ നോക്കിയിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി മുന്നോട്ട് വരുന്നത് ഫ്രീ തന്നെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചു. അപ്പൊ ഒരു സ്വരം ഡോക്ടറാണ് ഈ അത് കൊള്ളാലോ. മോശം പറയുകയും ചെയ്യും, ഫ്രീ ആണെങ്കിൽ കുഴപ്പമില്ല. അതെന്താ അങ്ങനെ ഒരു പരിചയമുണ്ട്. ഞാനാണെങ്കിൽ ഓരോ ഇന്റർവ്യൂസ് ഓരോ ഡോക്ടർമാരാണെങ്കിൽ നടക്കും.
നിങ്ങൾക്ക് അവിടെ അന്വേഷണം പറയുന്നില്ല 8 മാസം കഴിഞ്ഞാണ് നിങ്ങളിത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. എല്ലാ ട്രീറ്റ്മെന്റ്സിന്റെ ഇടയിലും എന്തെങ്കിലുമൊക്കെ ഓരോ എൻഡോഴ്സ്മെന്റ് ഓരോന്നും ചെയ്തു വരും. അപ്പൊക്കെ നമ്മൾ ഇത് ചെയ്യില്ലേ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ട്രീറ്റ്മെന്റ് തീർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സ്റ്റെബിലിറ്റി കിട്ടും. റിസൾട്ട്സിന് പോലീസിന് കേസ് കൊടുത്തു, നമ്മൾ ബില്ല് കൊടുത്തിട്ടുള്ളത് അവർക്ക് ശുദ്ധ തുണയാണ്. നമ്മളിങ്ങനെ ബില്ല് കൊടുക്കാതിരിക്കുന്ന ഇവിടെ നിന്ന് ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടോ? ഇത്രയും ക്ലിനിക്സ് ഓടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ക്യാഷ് ആയിട്ട് ബ്ലാക്ക് മണി ഒക്കെ ഉണ്ട്. അതൊന്നും ഫുൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ബില്ല് അവർ രജിസ്റ്റേർഡ് പോസ്റ്റ് നമ്മുടെ നിങ്ങളുടെ ബില്ലുകൾ എല്ലാം വാട്സാപ്പ് വഴി ഷെയർ ചെയ്തിട്ട് ഹാർഡ് കോപ്പീസ് തന്നിട്ട് എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്, A to Z കാര്യങ്ങളും. എന്നിട്ട് അവർ വന്നിട്ട് പറയുന്നത് എന്താ? അപ്പോൾ ഇതിന് ഒരു ലോങ് വീഡിയോ ആയിട്ട് മേഡം വരാമെന്ന് പറഞ്ഞിട്ട് പോലും മേഡം ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ട് വരുന്നില്ല? നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി വല്ല കള്ളക്കഥ വല്ലതും ഉണ്ടാക്കുവാണെന്ന് ഇനി കണ്ടറിയാം. ഇല്ല, നമ്മുടെ നിവിൻ പോളിയുടെ ഒരു വിഷയം വന്ന സമയത്ത് നിവിൻ പോളി എന്തെടുത്ത് അപ്പം തന്നെ പ്രസ് മീറ്റ് വിളിച്ചു വന്നിട്ട് സ്പോട്ടിൽ തന്നെ കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നടിച്ചങ്ങ് പറയുകയും ചെയ്ത്. പുള്ളി ക്ലീൻ ചീട്ടായിരുന്നു. അതുപോലെ ഇവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഓക്കെ, ബാക്കിയും കൂടെ നമുക്ക് വെക്കാം, വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല. ചെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡിന് അങ്ങനെ ഒരാള് കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ നമുക്കത് ആക്കാം. ഇത് ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയേ? അതിൽ പിമ്പിൾ വന്നോ, പാട് വന്നോ, കറുത്തു പോയോ, എന്താ പറ്റിയത്? അതെന്താ എന്താ പറ്റിയെന്ന് പറയാത്തത്? നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ലാന്നോ? നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ബില്ല് കൊടുക്കാനോ? ഇത് എനിക്ക് കാരണം ഞാൻ പറയാം, ആ കുട്ടിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നാട്ടിലേക്ക് മനസ്സിലാവും അവിടെ എന്തേ കുട്ടിക്ക് ചെയ്തു കൂട്ടണെന്നുള്ളത് യൂട്യൂബ് വഴി. അത് എന്റെ ഒരു എത്തിക്സിനെ, ഒരു ഡോക്ടറല്ലേ ഞാന്, ഒരു ക്ലയന്റ്, നമ്മൾ ഒരു പേഷ്യന്റോ ക്ലയന്റോ നമ്മൾ വിളിച്ചിട്ട് ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബോ അങ്ങനെ ചാനൽസോ അങ്ങനെ ഒന്നും നമുക്കില്ല. പക്ഷെ ഞങ്ങൾ പുറത്ത് വിട്ടെങ്കിൽ അത് ലീഗലി ഞങ്ങൾക്കൊരു കേസായി പറയുകയാണെങ്കിൽ 100% ഞാൻ പുറത്ത് കാരണം കുട്ടിയുടെ എഗൻസ്റ്റ് ഉള്ള എന്താ ഞങ്ങൾ മെഡിക്കൽ കുട്ടി എന്തൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾക്ക് വരുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു? അതിന് മുന്നേ ഇതിന്റെ പേടിയിരിക്കുന്ന സ്റ്റെറോയിഡിന്റെ കണ്ടന്റുകളെല്ലാം ഇതിന് കാര്യം എന്റെ വന്ന് കണ്ടപ്പോൾ കരച്ചിലോടെ പറ്റിയിരുന്നു. ഇതിന് തൊട്ട് മുന്നേ താമസിക്കുന്ന ക്ലിനിക്കിന്റെ എന്താ പറയുക എന്റെ മൊത്തത്തിൽ ചെയ്തു വർക്ക് ചെയ്തു എന്നത് അറിയോ? ഒരു സ്ഥലത്തുനിന്ന് ഒരു കുറ്റം പറഞ്ഞാൽ അടുത്ത ഒന്ന് ശരിയെങ്കിൽ അടുത്ത സ്ഥലത്ത് കൊണ്ട് വേറെ കുറ്റം പറയാം. ഇതൊരു ഒരു കൂടെ പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളത് എക്സ്പ്രസ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെ ഒരു കരയ്ക്ക് ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുന്നത് അവസാനം ആഴ്ചയിൽ എനിക്ക് 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് മാർക്കിങ് ഞങ്ങൾ ആദ്യം എന്താ പറയുക 3 ലക്ഷം ഫോളോവേഴ്സ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ഇല്ലല്ലോ. നിയമം അങ്ങനെയൊക്കെയാണോ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു യൂട്യൂബർ വന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ റെപ്യൂട്ടേഷൻ എത്രത്തോളം ആക്കുന്നു. കാരണം അങ്ങനെ സെറ്റ് ഓഫ് ക്ലൈൻസ് ആണെങ്കിലും ഇപ്പൊ അവരെ ബാക്കി കയറുന്ന ഇങ്ങനെ ഒരുപാട് വന്ന സിസ്റ്റം അവരുടെ ഒരു ഇന്റൻഷൻ വേണ്ടി അവർ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നതിന്റെ പേര് നമ്മളിപ്പോലെ 15 വരെ ഒന്നസായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓക്കെ ബുദ്ധിമുട്ടിന്റെ അളവ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ നിൽക്കാം. ഓക്കെ, ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ കുറേ കാര്യങ്ങൾ ഇരുന്ന് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇതോടെ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തി ഏത് ഇനമാണെന്നുള്ള രീതിയിൽ. എനിക്ക് വേണമെങ്കിൽ ഇനിയും ആ വോയിസ് ഒക്കെ വെച്ച് തന്നാൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിന് അവർ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കി വരാം. ഇപ്പം ഒരുപാട് വീഡിയോസുകളും എനിക്ക് ഓരോരുത്തരും അയച്ചു തരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.